ഏറ്റവും ബഹുമാനാദരവിനാണ് കർണാടക സംസ്ഥാനത്ത് തന്നെ സംസ്ഥയുടെ ആദ്യത്തെ ഒരു ഷീ ക്യാമ്പസ് ഹോസ്റ്റലിൻ്റെ സൗകര്യത്തോടുകൂടെ ഒരു ഷീ ക്യാമ്പസ് സുള്യ താലൂക്കിലെ അജ്ജാവലിയിൽ നിർമ്മിക്കാൻ പോവുകയാണ്. അതിൻ്റെ തറക്കല്ലിൽ കർമ്മം ബഹുമാനപ്പെട്ട ജിശ്രീ മുത്തുക്കോയത്തങ്ങൾ, നമ്മുടെയൊക്കെ ആവശ്യമായ സംസ്ഥയുടെ പ്രസിഡന്റ് ബഹുമാനമായ ജിശ്രീ മുത്തുക്കോയത്തങ്ങൾ മെയ് 16-ാം തീയതി നിർവഹിച്ചു. ഏകദേശം 3 കോടി രൂപയോളം ചെലവിട്ട് വലിയൊരു വിശാലമായൊരു ക്യാമ്പസാണ്, പെൺകുട്ടികൾക്ക് സുരക്ഷിതമായൊരു ക്യാമ്പസാണ് ഒരുങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെയധികം ആവശ്യകരമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതമായി ഒരു ക്യാമ്പസിൽ പഠിക്കണം എന്നുള്ളൊരു ഏക ഉദ്ദേശത്തോടുകൂടെ കർണാടകയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംവിധാനം സമസ്തയ്ക്ക് കീഴിൽ നടക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടെ ഹൃദയപൂർവ്വക എന്ന് പറയുന്ന ഒരു ശീർഷകത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട അൻവർ അലി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ജൂൺ 22-ാം തീയതി ഒരു യാത്ര കല്ലുകുണ്ടിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഈ യാത്രയുടെ ഉദ്ദേശം ഓരോ മഹല്ലുകളിലും ചെന്ന് ഈ ഒരു സമസ്ത നേരിട്ട് നടത്തുന്ന, അതിൻ്റെ സിലബസിൽ നടത്തുന്ന SNE സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സിലബസിൽ നടത്തുന്ന ആദ്യത്തെ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ആവശ്യകത ഓരോ മഹല്ലുകളിലെയും ആൾക്കാർക്ക് അറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഇങ്ങനൊരു യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മഹല്ലിലേക്കും ചെല്ലുമ്പോൾ അവിടെ കുറഞ്ഞ ആളുകളാണ് ഉണ്ടാവാറുള്ളത്. എങ്കിലും അവരുണ്ടാകുന്ന ആളെ സ്വരൂപിച്ചുകൊണ്ട് അവരുടെ ഇങ്ങനെയൊരു ക്യാമ്പയിൻ നടത്തി. ഇന്ന് വാട്സപ്പും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയൊക്കെ സജീവമായ കാലഘട്ടത്തിൽ അവരുടെ മഹല്ല് ഗ്രൂപ്പുകളിൽ, SKSSFൻ്റെ ഗ്രൂപ്പുകളിൽ ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളും അതേപോലെ തന്നെ ഈ ഫോട്ടോകളൊക്കെ അയച്ച് ഇങ്ങനൊരു സന്ദേശം ഈ നാട്ടിലേക്ക് എത്തി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യാത്ര ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ 3 കോടി രൂപയുടെ ചെലവിൽ നിർമ്മിക്കുന്ന വലിയൊരു ക്യാമ്പസിന് ഈ നാട്ടുകാർ നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നൽകി ആ ഒരു സംരംഭത്തെ നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ മഹല്ല് കമ്മിറ്റിയും അതേപോലെ തന്നെ SKSSF ഒക്കെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് സ്ക്വയർ ഫീറ്റുകളായിട്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സ്ക്വയർ ഫീറ്റായി, ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപയാണ് ഞങ്ങൾ ഇങ്ങനെ സ്വരൂപിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം 20,000-ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വലിയൊരു ബിൽഡിംഗാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓരോ സ്ക്വയർ ഫീറ്റുകൾ 2 സ്ക്വയർ ഫീറ്റ് കഴിയുന്നവർ അങ്ങനെ അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സ്ക്വയർ ഫീറ്റുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് 1500 എന്ന കണക്കിന് ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് പേര് ഇതിനെ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹല്ലിത്തുകാരും ബഹുമാനപ്പെട്ട മദനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ, SKSSFന്റെ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ, ഈ മഹല്ല് കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ഈ മഹല്ലിൽ നിന്നും നല്ലൊരു സ്ക്വയർ ഫീറ്റുകൾ സ്വരൂപിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഏൽപ്പിച്ചാൽ അത് ഞങ്ങളെന്നും ഒരു ഓർമ്മയിൽ ഈ സമസ്തയെ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ഈ നാട്ടുകാർ സഹകരിച്ചു എന്നുള്ള ഒരു വലിയൊരു ബന്ധം ഈ നാട്ടുകാരോട് ഞങ്ങൾ ഉണ്ടാകും. അള്ളാഹു ഇതിനെ സഹായിക്കുന്നവരെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുമാറാവട്ടെ. ഈ പള്ളിയുടെ, ഈ നാടിൻ്റെ ചുറ്റുപാട് മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി പെരുമാറാവട്ടെ. ഈ പള്ളിയുടെയും ഈ നാട്ടിലെയും ചുറ്റുപാട് മറപ്പെട്ട് കിടക്കുന്ന എല്ലാ കബറാളികൾക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും എതിര് സവാബ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് പഴയ കാലഘട്ടത്തിൽ ഇതിനെ സഹായിച്ച മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ ഖബറിലേക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ SKSSFന്റെ പ്രവർത്തകർ അള്ളാഹു അവർക്ക് എല്ലാ നിലക്കുള്ള പ്രവർത്തിക്കാനുള്ള കെൽപ്പും ശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടുത്തെ ഖത്തീബ് ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടി എല്ലാവരുടെയും അള്ളാഹു ദോഷങ്ങളെ കൊടുത്ത് നാളെ ഇതുപോലെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കളുടെ മദദും ഹിഫ്ളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ സംരംഭവുമായി പരിപൂർണമായി സഹകരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ നമുക്ക് സൗകര്യം തന്ന ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, SKSSFന്റെ പ്രവർത്തകർ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു ഉസ്താദന്മാർ എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.